ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुधिर्यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौरभक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചൈതന്യ ചരിതാമൃത ആദ്യ ലീല 2-ാമത്തെ അധ്യായം 84-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. കൃഷ്ണ യദി അംശഹൈത അംശി നാരായണാം താവേ വിപരീതഹൈത സുതേരവചന. കൃഷ്ണ യദി അംശഹൈത അംശി നാരായണാം താവേ വിപരീതഹൈത സുതേരവചന. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ അംശഹൈത അംശി നാരായണ തബേ വിപരീത ഹൈത സുതര ഭജന. ഹരേ കൃഷ്ണ. ഒരാളും കൂടി. ഹരേ കൃഷ്ണ. കൃഷ്ണ യതി അംശഹൈത അംശി നാരായണ തബേ വിപരീത ഹൈത സുതേര വചന. ശ്രീല പ്രഭുപാദയുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. കൃഷ്ണൻ അംശവും നാരായണൻ ആദി സ്രോതസ്സുമായിരുന്നെങ്കിൽ സൂത ഗോസ്വാമിയുടെ പ്രസ്താവന വിപരീത രീതിയിലാകേണ്ടതായിരുന്നു. ഹരിബോൾ. അപ്പോ നമ്മള് ഈ അധ്യായം എന്താണ്? ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലെ കൊട്ടേഷൻ, എസ്പെഷ്യലി ഭാഗവത്തിൽ നിന്നുള്ള കൊട്ടേഷൻ സൂത ഗോസ്വാമിയുടെ, അതായത് കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം അല്ലെ, ഏതേച്ഛാംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം, അതിൻ്റെ ബേസിസിലും മറ്റുള്ള ഗ്രന്ഥങ്ങളുടെ ബേസിസിലും ഇവിടെ കവിരാജ് ഗോസ്വാമി സ്ഥാപിക്കുകയാണ് കൃഷ്ണനാണ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, സോഴ്സസ് ഓഫ് ഓൾ. ഇവൻ സ്വയം കൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്താണ്, അഹം സർവസ്യ പ്രഭോ, എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഏത് ശ്ലോകം എടുത്താലും ശരി, ഭഗവത്ഗീതയിലോ ഏത് ഗ്രന്ഥത്തിലെ ശ്ലോകം എടുത്താലും ശരി, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഭഗവാൻ കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും സ്രോതസ്, സോഴ്സ് ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് കവിരാജ് ഗോസ്വാമി, അതായത് കൃഷ്ണൻ നാരായണന്റെ പ്ലനറി പോർഷൻ ആയിരുന്നുവെങ്കിൽ സൂത ഗോസ്വാമി ഭാഗവത്തില് ആ ശ്ലോകം, അത് 1.2.38 അല്ലേ, കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം, അത് തെറ്റാവുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് റിവേഴ്സ് ചെയ്യേണ്ടിമായിരിക്കും.
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നാരായണൻ ഭഗവാൻ കൃഷ്ണന്റെ പ്ലനറി പോർഷനാണ്, അല്ലാണ്ട് മറിച്ചല്ല എന്നാണ് ഇവിടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. നാരായണ അംസിയേ സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണ ആയിച്ചയെ കരിതാ വ്യാഖ്യാനം. നാരായണ അംസിയേ സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണ ആയിച്ചയെ കരിതാ വ്യാഖ്യാന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നാരായണ അംചിയൈ സ്വയം ഭഗവാൻ തെൻഹ ശ്രീകൃഷ്ണ ഐച്ചേ കാരിധാ വ്യാഖ്യാന. ഹരേ കൃഷ്ണ. Thus he would have said, Narayana, sorry, ഒരാളും കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നാരായണാംശിയൈ സ്വയം ഭഗവാൻ തേൻഹ ശ്രീകൃഷ്ണായി ചേ കരിത വ്യാഖ്യാന. ശ്രീല പ്രഭുപാദയുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇപ്രകാരം പറയണമായിരുന്നു: എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായ നാരായണനാണ് സ്വയം ഭഗവാൻ. അവിടുന്ന് ശ്രീകൃഷ്ണനായി പ്രത്യക്ഷപ്പെട്ടു. Thus he would have said, Narayana, the source of all incarnations, is the original personality of Godhead. He has appeared as Krishna. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സൂത ഗോസ്വാമി പറയണമായിരുന്നു, നാരായണനാണ് എല്ലാ അവതാരങ്ങളുടെയും ഉത്ഭവസ്ഥാനം, ഉത്ഭവം. അത് പിന്നെ ആ നാരായണനാണ് ശ്രീകൃഷ്ണനായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുന്നതെന്ന് പറയണമായിരുന്നു. അതല്ലാത്തതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനാണ് അതിൻ്റെ എല്ലാം ഉറവിടം, ഉത്ഭവസ്ഥാനം ശ്രീകൃഷ്ണനാണ്, സോഴ്സ് അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡെഡ് എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡെഡ്. അവിടെ നാരായണനോ വിഷ്ണു അതല്ല അല്ലേ. ശ്രീ പ്രഭുപാദ ദശമസ്കന്ധത്തിൻ്റെ ഒരു സമ്മറി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതായത് ശ്രീ പ്രഭുപാദയ്ക്ക് അറിയാമായിരുന്നു ശ്രീമദ് ഭാഗവതം കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് 10ാമത്തെ സ്കന്ധത്തിൻ്റെ ഒരു സമ്മറി ആയിട്ട്, സ്റ്റോറി ആയിട്ട് കൃഷ്ണ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡെഡ് എന്നുള്ളൊരു പുസ്തകം എല്ലാവർക്കും വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം 2 ഡിവോട്ടീസുകൾ ചർച്ച ചെയ്യായിരുന്നു, ആർഗ്യൂ ചെയ്യായിരുന്നു, ആരാണ് സുപ്പീരിയർ, കൃഷ്ണനാണോ സുപ്പീരിയർ അതോ ചൈതന്യ മഹാപ്രഭുവാണോ സുപ്പീരിയർ? അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കായിരുന്നു. ഒരു ഭാഗം പറയുന്നു കൃഷ്ണനാണ് സുപ്പീരിയർ, മറുഭാഗം പറയുന്നു അല്ല ചൈതന്യ മഹാപ്രഭു. കാരണം എന്താണ്? അവരുടെ വാദം വെച്ചാൽ ചൈതന്യ മഹാപ്രഭു മാഗ്നാനിമസ് ആണ്, വളരെ കാരുണ്യവാനാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവാണ് സുപ്പീരിയർ, കൃഷ്ണനല്ല. രണ്ടുപേരും അങ്ങനെ വാദിച്ചു നിൽക്കുന്ന സമയത്ത് ശ്രീല പ്രഭുപാദ് വന്നു. ശ്രീല പ്രഭുപാദ് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ സംശയമുണ്ട്, രണ്ടുപേരും രണ്ട് വിധത്തിലാണ്. ഒരാൾ പറയുന്നു ചൈതന്യ മഹാപ്രഭുവാണ്, ഒരാൾ പറയുന്നു കൃഷ്ണനാണ്. അപ്പോൾ എന്താണ് ശ്രീല പ്രഭുപാദ് ചോദിച്ചു, ഏതാണ് ശരി, കൃഷ്ണനാണോ ചൈതന്യ മഹാപ്രഭുവാണ്? അപ്പോൾ എന്താണ് ഉത്തരം പറഞ്ഞറിയോ ശ്രീല പ്രഭുപാദ്? രാധാറാണിയാണ് സുപ്പീരിയർ. ശ്രീകൃഷ്ണനും അല്ല ചൈതന്യ മഹാപ്രഭുവല്ല. ആരാണ്? രാധാറാണി. എന്നിട്ട് അവിടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതായത് രാധാറാണി ഇരിക്കുന്നു, കൃഷ്ണൻ വണങ്ങി നിൽക്കുന്നു. ഉണ്ടോ? ആരാണ് സുപ്രീം? അതിൽ സുപ്പീരിയർ രാധാറാണി. പിന്നെ വേറൊരു ഫോട്ടോ ഉണ്ട്, അത് കൃഷ്ണൻ ഓടാൻ നോക്കുന്നു, യശോദമായ വടി എടുത്തിട്ട് പിന്നാലെ ഓടാൻ നോക്കുന്നു. ആ ഒരു ചിത്രം കണ്ടു പറഞ്ഞു, അല്ല യശോദമയാണ് സുപ്പീരിയർ. വേറൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തു, അതിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദമഹാരാജന്റെ ചെരുപ്പ് തലയിൽ വെച്ച് പിന്നാലെ പോകുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ പറഞ്ഞു അല്ല, നന്ദമഹാരാജാണ് സുപ്പീരിയർ. ചുരുക്കത്തിൽ എന്താണ് പ്രഭുപാദ് പറയാൻ ഉദ്ദേശിച്ചത്? എല്ലാവരെക്കാട്ടിലും കൂടുതൽ ആരാണ്? ഭഗവാനെക്കാട്ടിലും കൂടുതൽ മാഗ്നാനിമസ്. ഓക്കെ, ആരാണ്? ഡിവോട്ടീസാണ്. ഭഗവാനെക്കാട്ടിലും സുപ്പീരിയർ ഡിവോട്ട്. കാരണം ഭഗവാൻ നമുക്ക് കൃഷ്ണപരമം ഡയറക്റ്റ് തരില്ല, പക്ഷേ ഭക്തന്മാര് നമുക്ക് കൃഷ്ണപരമം തരും. നമുക്കറിയാം ഭഗവത്ഗീതയിൽ ഭഗവാൻ കണ്ടീഷൻ വെച്ചു അല്ലേ, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കൂ, എന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും മുക്തി തരാമെന്നാണ്. അവിടെ കണ്ടീഷൻസ് ഉണ്ട്. അതാണ് ഭഗവാൻ കൃഷ്ണൻ വെച്ചത്. പക്ഷെ ചൈതന്യ മഹാപ്രഭു എന്താ പറയുന്നത്? ചൈതന്യ മഹാപ്രഭു ഒരു കണ്ടീഷനും വെച്ചില്ല. യാരെ തേക്ക താരെ കഹ കൃഷ്ണ ഉപദേശം എല്ലാവരോടും പറഞ്ഞു. എല്ലാവരോടും പറയുന്നു, എല്ലാവർക്കും കൃഷ്ണപരമം കൊടുക്കാൻ, കൃഷ്ണ ഉപദേശം കൊടുക്കാൻ.
ചൈതന്യ മഹാപ്രഭു സ്വയം എൻ്റെ ഗാർഡനിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, കൃഷ്ണപ്രേമുണ്ട്, ഞാൻ ഒരാളെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എല്ലാവരും എന്നെ സഹായിക്കണം. അപ്പോൾ പാത്ര അപാത്രാധേക്ക്, അതായത് ആരാണ് യോഗ്യതയുള്ള ആർക്കാണ് യോഗ്യത ഇല്ലാത്തത്, അതൊന്നും നോക്കാതെ അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി കൃഷ്ണപ്രേമം. ഭഗവാൻ കൃഷ്ണൻ അവിടെ കണ്ടീഷൻ വെച്ചപ്പോൾ ചൈതന്യ മഹാപ്രഭു ഒരു കണ്ടീഷനും ഇല്ലാണ്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇഷ്ടം പോലെ വാരിക്കോരി കൃഷ്ണപ്രേമം കൊടുക്കാൻ തുടങ്ങി. അതിനും കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് മുമ്പ് പോയി ആര്? നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദ പ്രഭു ഓരോ വീട്ടിലും ചെന്നിട്ട് കൃഷ്ണപ്രേമം കൊടുക്കാൻ തുടങ്ങി, അല്ലേ? ഹരിദാസ് ഠാക്കൂറും നിത്യാനന്ദ പ്രഭു ഇവിടെ വന്നിട്ട് എല്ലാവരും കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേവക് ഭഗവാനായിട്ടുള്ള നിത്യാനന്ദ പ്രഭു എല്ലാ വീട്ടിലും ചെന്നിട്ട് കൃഷ്ണപ്രേമം തുടങ്ങും. അതിലും ഒരു സ്റ്റെപ്പ് മുമ്പെയാണ് നമ്മുടെ ആചാര്യന്മാർ, എസ്പെഷ്യലി നമ്മുടെ ശ്രീല പ്രഭുപാദ്, എല്ലാ വീട്ടിലല്ല എല്ലാ ദേശത്തിലും, ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യത്ത് പോയിട്ടും അവിടെ കൃഷ്ണപ്രേമം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആരാണ് ഏറ്റവും സുപ്പീരിയർ? ഡിവോട്ടീസ് ആണ്, അല്ലേ? അവിടെ പിന്നാലെ ഓടിപ്പോയി. റിപ്പോർട്ടേഴ്സ് അയച്ചു, എന്താണ് സ്വാമിജി ഇത്ര ഒരു ഹൈ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, സാധു ജനങ്ങളാണ്, നിങ്ങളെല്ലാം റിനൻസിയൻ്റ് ആണ്. അപ്പോൾ ഈ ആധുനിക ഉപകരണങ്ങളും കാര്യങ്ങളും പിന്നെ ഫ്ലൈറ്റ് ജെറ്റും ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ റിനൻസിയൻസ് അല്ലേ? അപ്പോൾ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് മായ അത്രയും സ്ട്രോങ് ആണ്, മായയുടെ പിന്നാലെ ആൾക്കാർ ഓടുകയാണ്. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ജെറ്റിൽ പോകണം, അവർ മുമ്പിലെത്തണം, എന്നാലേ അവരെ മായയിൽ നിന്നും രക്ഷിക്കാൻ പറ്റുന്നു. ചുരുക്കത്തിൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് കൃഷ്ണൻ ആണെങ്കിലും കൂടിയിട്ട് ഏറ്റവും മാഗ്നാനിമസ്, ഏറ്റവും കാരുണ്യവാനായിട്ടുള്ളത് ആരാണ്? ഡിവോട്ടീസ് ആണെന്ന് പ്രഭുപാദ പറയുകയാണ് അവിടെ. സോ ദസ് ഹി വുഡ് ഹാവ് സെഡ്, നാരായണ ദ സോഴ്സ് ഓഫ് ഓൾ ഇൻകാർണേഷൻസ് ഈസ് ദ ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് യെസ് അപ്പിയർഡ് എസ് കൃഷ്ണ. അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു, നാരായണനാണ്, നാരായണസ്തു സ്വയം ഭഗവാൻ പറയണമായിരുന്നു. ആ നാരായണന്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയണമായിരുന്നു. ആര്? സുത ഗോസ്വാമി എന്നിവിടെ പറയുകയാണ്. ബ്രഹ്മപ്രമാദ വിപ്രലിപ്സ കാരണാപാഠവാം ആർഷവിജ്ഞവാക്യേ നഹി ദോഷയേ സഭാം. ബ്രഹ്മപ്രമാദ വിപ്രലിപ്സ കാരണാപാഠവ ആർഷവിജ്ഞവാക്യേ നഹി ദോഷയേ സഭാം. ഹരേ കൃഷ്ണ. വിപ്രലിപ്സ ആർഷവിജ്ഞവാക്യേന ഹി ദോഷയേ സഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ബ്രഹ്മപ്രമാദ വിപ്രലിപ്സ കാരണ പാഠവ പ്രാമാണികരായ സാധുവര്യന്മാരുടെ വാക്യങ്ങളിൽ തെറ്റുകളും വ്യാമോഹങ്ങളും വഞ്ചനയും ഇന്ദ്രിയ അപാകതയും മൂലമുള്ള ദോഷങ്ങൾ സംഭവിക്കാറില്ല. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് നമ്മളുടെ 4 ഡിഫക്ട്സിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാവർക്കും 4 ഡിഫക്ട്സ് ഉണ്ട്, അല്ലേ? ഈ ഭൗതിക ലോകത്തിലുള്ള 3 ഗുണത്തിന്റെ അധീനത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും 4 ഡിഫക്ട്സ് ഉണ്ട്. എന്താണ് ഈ 4 ഡിഫക്ട്സ്? ഭ്രമ, മിസ്റ്റേക്സ്. നമ്മളെല്ലാം തെറ്റ് ചെയ്യും, ഒരാളും പെർഫെക്റ്റ് അല്ല. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും തെറ്റ് ചെയ്യും, ചെറുതും വലുതായിട്ട് തെറ്റ്. പ്രമാദ, ഇല്യൂഷൻ, സബ്ജക്ട് വുഡ് ബി ഇല്യൂഷൻ. വിപ്രലിപ്സ എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ്. പിന്നെ കാരണപട്ടവ എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്റ്റ് സെൻസസ്. അപ്പൊ ഈ 4 ഡിഫക്ട്സ് ആണ് എല്ലാവർക്കും ഭൗതിക ലോകത്തിലുള്ള എല്ലാ ബദ്ധാത്മാക്കൾക്കും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ പക്ഷെ സേജസിന് ഇതുണ്ടാവില്ല. ആൻഡ് ഡിഫക്റ്റീവ് പെർസെപ്ഷൻ ഡു നോട്ട് ഒക്കർ ഇൻ ദ സെയിങ്സ് ഓഫ് ദ അതോറിറ്റി സേജസ്. ഇവരെല്ലാം ഈ 3 ഗുണത്തിന്റെ അതീതമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരാണ്. ആരെ? സേജസ്, ശുദ്ധഭക്തന്മാര്. സൂത ഗോസ്വാമി, സുഖദേവ ഗോസ്വാമി ഇവരൊന്നും നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കളല്ല, അവരെല്ലാം മുക്താത്മാക്കളാണ്. അവർ ഈ 3 ഗുണത്തിന്റെ അധീനത്തിലല്ല. അതുകൊണ്ട് അവർക്ക് നമ്മളെപ്പോലുള്ള ഈ 4 ഡിഫക്ട്സ് ഇല്ല. മിസ്റ്റേക്സ്, ഇല്യൂഷൻ, ചീറ്റിംഗ് ആൻഡ് ഡിഫക്റ്റീവ് പെർസെപ്ഷൻ അതില്ലാത്തത് കൊണ്ട് അവർ പറയുന്നതെല്ലാം എന്താണ്? അത് പരമസത്യമായിരിക്കും. അത് അബ്സല്യൂട്ട് ട്രൂത്ത് ആയിരിക്കും, റിലേറ്റീവ് ട്രൂത്ത് അല്ല.
അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന സൂത ഗോസ്വാമി പറയുന്ന ആ ശ്ലോകം കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം, അത് ഒരു വീണ്ടും വിചാരം ആവശ്യമില്ല. അത് എക്സാക്ട്ലി അതിൻ്റെ ഫേസ് വാല്യൂ നമ്മൾ എടുക്കാൻ പറ്റും. ഇപ്പം അതിനൊരു സപ്പോർട്ടിങ് ഒരു എവിഡൻസോ ഒരു സപ്പോർട്ടിങ് ഒരു പ്രൂഫോ ഒന്നും വേണ്ട. കാരണം വേദിക് ലിറ്ററേച്ചറിനെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അതിനെ ആക്സിയോമാറ്റിക് ട്രൂത്ത് എന്നാണ് പറയുന്നത്. ആക്സിയോമാറ്റിക് ട്രൂത്ത് സെൽഫ് എവിഡൻ്റ് ആണ്. അതിനൊരു സപ്പോർട്ടിങ് എവിഡൻസ് ആവശ്യമില്ല. അതാണ് ഈ സൂതഗോസ്വാമിയായാലും ശരി, അല്ലെങ്കിൽ വ്യാസദേവനായാലും ശരി, അല്ലെങ്കിൽ വാൽമീകി മഹർഷി ആയാലും ശരി, സുഖദേവ് ഗോസ്വാമി ആയാലും ശരി, ഇവരെല്ലാം ഈ 3 ഗുണത്തിൻ്റെയും അതീതത്തിലെ ശുദ്ധ സാത്വിക സ്റ്റേജിലുള്ള ബദ്ധാത്മാക്കളല്ല നമ്മളെപ്പോലെ. അവരെല്ലാം മുക്താത്മാക്കളാണ്. അതുകൊണ്ട് അവർ പറയുന്നതും അവരെഴുതുന്നതും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അതിൽ യാതൊരു ഫ്ലോസ്, ഒരു തെറ്റോ കുറവോ പോരായ്മകളും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നമുക്ക് അത് വിശ്വസിക്കാം. യാതൊരു വേറെ ആളുടെ ഒരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. വേറെ ആളുടെ ഒരു സപ്പോർട്ടിങ് എവിഡൻസ് ആവശ്യമില്ല വേറൊരു ഗ്രന്ഥത്തിൻ്റെ. ശ്രീമദ് ഭാഗവതം ഹാസ് ലിസ്റ്റഡ് ദ അവതാരാസ്, ദ പ്ലിനറി എക്സ്പാൻഷൻസ് ഓഫ് ദ പുരുഷ ആൻഡ് ലോർഡ് കൃഷ്ണ അപ്പിയേഴ്സ് എമംഗ് ദം. 22 അവതാരങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കൃഷ്ണനും ഒരു അവതാരമായിട്ടാണ് കാണുന്നത്. ബട്ട് ദ ഭാഗവതം ഫർദർ എക്സ്പ്ലെയിൻസ് ലോർഡ് കൃഷ്ണ സ്പെസിഫിക് പൊസിഷൻ ആസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അപ്പോൾ അങ്ങനെ ഈ 22 അവതാരത്തിൽ കൃഷ്ണന്റെ അവതാരം പെടുത്തിയിട്ടുണ്ടെങ്കിലും ശരി, ആ കൃഷ്ണനെ സൂത ഗോസ്വാമി എന്നാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. സിൻസ് ലോർഡ് കൃഷ്ണ ഇസ് ദ ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, റീസൺ ആൻഡ് ആർഗ്യുമെന്റ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ഈസ് പൊസിഷൻ ഓൾവേസ് സുപ്രീം. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം, എപ്പോഴും ഭഗവാൻ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും വന്നാലും ശരി, ആ ഭഗവാൻ എപ്പോഴും സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആയിരിക്കും. എങ്ങനെ വന്നാലും ശരി. ഹാഡ് കൃഷ്ണ ബീൻ എ പ്ലിനറി എക്സ്പാൻഷൻ ഓഫ് നാരായണ, the original verse would have been differently composed. Indeed, its order would have been reversed. But there cannot be mistakes, illusion, cheating, or imperfect perception in the words of the liberated sages. ഞാൻ നേരത്തെ പറഞ്ഞു, അവരെല്ലാം ലിബറേറ്റഡ് ആണ്, മുക്താത്മാക്കളാണ്, നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കളല്ല. ലിബറേറ്റഡ് സേജസ് പറഞ്ഞാൽ അവരെ ശുദ്ധ സാത്വിക് സ്റ്റേജിലാണ്. സത്വഗുണത്തിലോ രജോ ഗുണത്തിലോ അല്ലെങ്കിൽ തമോ ഗുണത്തിലല്ല. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും അവരെ ബാധിക്കില്ല. അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം പരമസത്യങ്ങളായിരിക്കും. Therefore, there is no mistake in the statement that Lord Krishna is the Supreme Personality of Godhead. The Sanskrit statements of Srimad Bhagavatam are all transcendental sounds. Srila Vyasadeva revealed these statements after perfect realization, and therefore they are perfect for liberated sages like Vyasadeva never commit errors in their rhetorical arrangements. So ഇവരെല്ലാം ഈ സേജസ് എല്ലാം, എസ്പെഷ്യലി ഈ ഗ്രന്ഥകർത്താക്കൾ വ്യാസദേവൻ, വാൽമീകി, ഇവരെല്ലാം പെർഫെക്റ്റ് ആണ്. അവർ ഈ 4 ഡിഫക്ട്സിന്റെ അധീനത്തിന് വരുന്നില്ല. അതുകൊണ്ട് അവർ എഴുതുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, യാതൊരു തെറ്റും അതിലുണ്ടായിരിക്കില്ല. നെവർ കമ്മിറ്റ്സ് എറേഴ്സ് എന്ന് പറയുന്നത്. അൺലെസ് വൺ അക്സെപ്റ്റ് ദിസ് ഫാക്ട് ദർ ഇസ് നോ യൂസ് ഇൻ ട്രൈങ് ടു ഒബ്റ്റെയിൻ ഹെൽപ്പ് ഫ്രം ദ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം. ഇതിനെ നമ്മൾ സംശയദൃഷ്ടിയോട് കാണാൻ പാടില്ല. അത് അപരാധമായും. കാരണം സേജസ് ലൈക്ക് വ്യാസദേവ, വാൽമീകി, സുഖദേവ് ഗോസ്വാമി, സൂത ഗോസ്വാമി, ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റും നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല. അത് ശരിയാണോ തെറ്റാണോ അങ്ങനത്തെ സംശയദൃഷ്ടിയോടുകൂടി കാണാൻ പാടില്ല. പിന്നെ ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു ശാസ്ത്രത്തിൻ്റെയും ഒരു ആശ്രയം നമുക്ക് ആവശ്യമില്ല. There is no use in trying to obtain help from the revealed scriptures. അതിൻ്റെ ആവശ്യമില്ല. Brahma refers to false knowledge or mistakes, such as accepting a rope as a snake or an oyster shell as gold. അതിന് ഉദാഹരണമായിട്ട് കൊടുക്കുന്ന ഭ്രമ എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് സംഭവിക്കും. നമ്മൾ രാത്രി നടക്കുന്ന സമയത്ത് ഒരു കയറിൽ ചവിട്ട് വിചാരിക്കുക, ഉടനെ നമ്മൾ പേടി തോന്നും, അത് പാമ്പറ്റയാണോ? കാണിച്ച ഇരുട്ടാണ്, വെളിച്ചമില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ചെറിയൊരു കയറ് ചവിട്ടിയാലും വിചാരിക്കുക നമ്മളത്
എന്താണ് പാമ്പാണെന്ന് വിചാരിക്കും. കാരണം എന്താണ്, നമുക്ക് നമ്മുടെ പെർഫെക്റ്റ് സെൻസസ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. ഓക്കെ, പ്രമാദ റിഫേഴ്സ് ടു ഇൻഅറ്റൻഷൻ ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി. പ്രമാദ അതായത് ഇല്യൂഷൻ, അതായത് ഒരു സാധനത്തിനെ വേറൊരു സാധനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി. ഒരു ഫ്ലവർ ഉണ്ട്, ഒരു ഫ്ലവർ വേസിൽ ദൂരത്ത് നിന്ന് നമുക്കറിയാൻ പറ്റില്ല അത് പ്ലാസ്റ്റിക് ആണോ അതോ റിയൽ ഫ്ലവർ, ഒറിജിനൽ ഫ്ലവർ ആണെന്ന്. അപ്പോൾ വളരെ അടുത്ത് പോയി സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു ഇല്യൂഷനാണ് അല്ലേ. അപ്പോൾ അതാണ് പ്രമാദ മീൻസ്. വിപ്രലിപ്സ ഈസ് ദ ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. നമ്മൾ പല ആൾക്കാരെയും മനഃപൂർവ്വം ചതിക്കാറുണ്ട്, വഞ്ചിക്കാറുണ്ട് അല്ലേ. അതെല്ലാവരെയും കാണും, എല്ലാ ബദ്ധാത്മാക്കളുടെയും സ്വഭാവമാണ്. എങ്ങനെയെങ്കിലും ചെറിയ തോതിലെങ്കിലും നമ്മളെ മറ്റുള്ളവരെ അല്ലെങ്കിൽ സ്വയം നമ്മൾ ചീറ്റ് ചെയ്യും അല്ലെ, വഞ്ചിക്കും. കാരണ പാഠവ റിഫേഴ്സ് ടു ഇംപെർഫെക്റ്റ്നെസ് ഓഫ് ദ മെറ്റീരിയൽ സെൻസസ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം എന്താണ്, ഇംപെർഫെക്റ്റ് ആണ്, ഒന്നും പെർഫെക്റ്റ് അല്ല. നമുക്ക് കുറച്ച് ദൂരം നിന്ന് ഒരാൾ സംസാരിക്കും, നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു ഫർലോങ് ദൂരെ ഇരുന്നിട്ട് ഒരാൾ നമ്മളോട് പറയുകയാണ്, സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കില്ല എന്നാ പറയുന്നത്. കാരണം നമ്മുടെ പെർഫെക്റ്റ് സെൻസസ് ഉണ്ട്. കാണുന്നത് ഒരു സഡൻ ഫ്യൂ മീറ്റേഴ്സ്, അതിനപ്പുറം നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല അല്ലേ. അപ്പം അതേപോലെ ഓരോ ഇന്ദ്രിയങ്ങളും അതിൻ്റെതായിട്ടുള്ള അപാകതകളുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ സെൻസസിനും ഇംപെർഫെക്ഷൻ ഉണ്ട്. There are many examples of such imperfection. The eyes cannot see that which is very distant or very small. One cannot even see his own eyelid. നമ്മുടെ സ്വന്തം ഐലിഡ് നമുക്ക് കാണാൻ പറ്റില്ല. കൺപോള കാണാൻ പറ്റുമോ? കണ്ണ് മുഖത്തുണ്ട്, ആ മുഖത്ത് തന്നെയാണ് നമ്മുടെ കൺപോളകൾ, പക്ഷെ അത് കാണാൻ പറ്റില്ല. So which is the closest thing to his eye. And if one is disturbed by a disease like jaundice, he sees everything to be yellow. ആർക്കാണ് മഞ്ഞപ്പിത്തം പിടിച്ച് അവർക്കെല്ലാം മഞ്ഞയായിട്ട് കാണുള്ളൂ. സിമിലർലി ദ ഇയേഴ്സ് കനോട്ട് ഹിയർ ഡിസ്റ്റൻറ്റ് സൗണ്ട്. ദൂരമുള്ള സൗണ്ട് നമുക്ക് നമ്മുടെ ചെവിക്ക് പിടിക്കാൻ പറ്റില്ല. സിൻസ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡെറ്റ് ആൻഡ് ഹിസ് പ്ലെനറി പോർഷൻസ് ആൻഡ് സെൽഫ് റിയലൈസ്ഡ് ഡിവോട്ടീസ് ആർ ഓൾ ട്രാൻസെൻഡൻ്റ്ലി സിറ്റുവേറ്റഡ്, ദേ കനോട്ട് ബി മിസ്ലെഡ് ബൈ സച്ച് ഡെഫിഷ്യൻസി. പ്രഭുപാദ ഈ പർപ്പോട്ടിലൂടെ താല്പര്യത്തിലൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്, ശുദ്ധാത്മാക്കൾ അതായത് മുക്താത്മാക്കൾക്ക് ഈ 4 ഡിഫക്ട്സും ഉണ്ടാവില്ല. കാരണം അവർ നമ്മളെ പോലുള്ള 3 ഗുണത്തിന്റെ അധീനത്തിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെ എന്ത് പറയുന്നു അത് നമുക്ക് ഫേസ് വാല്യൂന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെ വീണ്ടും നമുക്കൊരു അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ വീണ്ടും റിസർച്ച് ഒന്നും ചെയ്തിട്ട് ശരിയാണോ തെറ്റാണോ ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്നാണ്. ചുരുക്കത്തില് എന്താണ് അവിടെ പറഞ്ഞു വരുന്നത്? ശ്രീകൃഷ്ണ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അത് ഭാഗവതത്തിലെ വ്യാസദേവനും എഴുതി വെച്ചിട്ടുണ്ട്. അത് സൂതഗോസ്വാമി പറഞ്ഞാണ്. സൂതഗോസ്വാമി ഏതേച്ഛാംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. അപ്പൊ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് ചെയ്യുന്നത്. അതേ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. അതേ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഭക്തരൂപത്തിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നത്? അതിന് എക്സ്റ്റേണൽ റീസണും ഇന്റേണൽ റീസൺസും ഉണ്ട് അല്ലേ, എസോട്രിക് ആൻഡ് എക്സോട്രിക് റീസൺസ്. അപ്പോൾ എന്താണ് ഈ ഇന്റേണൽ റീസൺ എന്ന് പറഞ്ഞാൽ? ഇന്റേണൽ റീസൺ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല, പക്ഷെ എക്സ്റ്റേണൽ റീസൺ എല്ലാവർക്കും ഒബ്വിയസ് ആണ്, മറ്റത് ഒബ്വിയസ് അല്ല. അപ്പൊ ഏതാണ് അതിൽ പ്രാധാന്യം? ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ? ഇന്റേണലോ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ? രണ്ടും ഈക്വലാണ്. ഒന്നും സുപ്പീരിയർ അല്ല, ഒന്നും ഇൻഫീരിയർ അല്ല. എത്രയേ ഉള്ളൂ വ്യത്യാസം. ഇന്റേണൽ റീസൺ എല്ലാവർക്കും അറിയില്ല, അത് ഭക്തന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. എക്സ്റ്റേണൽ റീസൺ അത് ഒബ്വിയസ് ആണ്, എല്ലാവർക്കും അത് കാണാൻ അറിയാൻ പറ്റും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വലുത് ഒന്ന് ചെറുത്, അങ്ങനെ ഇല്ല. ഒന്ന് വലുത് ഒന്ന് ചെറുതില്ല. രണ്ട് കാരണം. ഇപ്പോൾ ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട്, പരിത്രാണായ സാധുവിനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവം. 3 കാരണങ്ങളാണ്. അതാണ് എക്സ്റ്റേണൽ റീസൺ. പക്ഷെ
പക്ഷെ അതിൻ്റെ ആന്തരികമായിട്ടുള്ള ഒരു റീസൺ കൂടിയുണ്ട്. എന്താണ്? ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് ആസ്വാദനം കൊടുക്കണം. റീസൺ അത് എല്ലാവർക്കും അറിയില്ല, എല്ലാവരും എക്സ്റ്റേണൽ ആയിട്ടുള്ളത്. പക്ഷെ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വലുതൊന്ന് ചെറുത് നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാൻ ദ്വാരകയിലുള്ള സമയത്ത് സത്യഭാമയുടെ പാലസിലായിരുന്നു. അപ്പോൾ രുക്മിണി ദേവിയോട് പറഞ്ഞു, ഞാൻ കുറച്ച് വൈകും വരാൻ, എന്തായാലും കാത്തിരുന്നോളൂ. രുക്മിണി ദേവി കാത്തിരിക്കുകയാണ്. രുക്മിണി ദേവി കുറെ വെയിറ്റ് ചെയ്തപ്പോൾ ഭഗവാൻ അവിടെ വന്നു. ഭഗവാൻ വന്നതും കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് വൈകും, എന്തിനാണ് കരയുന്നത്? അപ്പോൾ വൈകി വന്നാലല്ല കരഞ്ഞ്, അത് അങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ എന്തിനാ കരയുന്നത്. രാധാറാണിക്ക് മനസ്സിലാവുന്നു പറഞ്ഞു. അതെന്താ അങ്ങനെ? ഞാനല്ലേ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, എനിക്കറിയാത്തത് രാധാറാണിക്ക് അറിയൂ. എനിക്കറിയണ്ടേ, ഞാനല്ലേ എല്ലാറ്റും ടോപ്പ്. അത് പറഞ്ഞില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി അവിടെ വന്നു. നാരദ മഹർഷി വന്നപ്പോൾ രണ്ടുപേരും ഭഗവാനും രുക്മിണി ദേവിയും ആദരിച്ചു. ഒരു ഗുരുസ്ഥാനത്താണല്ലോ നാരദ മഹർഷി ഇരിക്കുന്നത് ദ്വാരകയിൽ വന്നപ്പോൾ സ്വീകരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷിയും കരയുന്നുണ്ട്. അതെന്തെന്ന് എല്ലാവരും കരച്ചിലാണല്ലോ, ഇന്നത്തെ ദിവസേ മോശമാണ്. ഇവിടെ വന്നപ്പോൾ രുക്മിണി ദേവി കരയുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി കരയുന്നു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, എന്താണ് അങ്ങ് കരയുന്നത്? എനിക്കറിയാം കലിയുഗം വരാൻ തുടങ്ങി, അങ്ങ് ഇവിടുന്ന് ഈ ധരാത്തിൽ നിന്ന് പോവും. അതുകൊണ്ട് കലിയുഗത്തിന് ആൾക്കാർ എന്ത് ചെയ്യും, അവരെങ്ങനെ രക്ഷപ്പെടും പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കലിയുഗത്തിൽ വീണ്ടും അവതരിക്കും. വീണ്ടും അവതരിക്കും. വളരെ അത് കരുണവാൻ ആയിട്ടുള്ള ഒരു മൂർത്തിമത് ഭാവത്തിലായിരിക്കും ഞാൻ വരുന്നത്. ഏറ്റവും കാരുണ്യം നൽകുന്ന ഒരു രൂപത്തിലായിരിക്കും ഞാൻ വരുന്നത്. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം, ഈ ഉപരിലോകത്തിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ ഈ പദ്ധതി അത് ഞാൻ വരാൻ പോകുന്നു. അതുകൊണ്ട് ആരൊക്കെയാണ് ആ ലീലകളിൽ പങ്കെടുക്കേണ്ടത് അവരൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നാരദ മഹർഷി ഓരോ സ്ഥലത്തും പോയി ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്തു. പല ആൾക്കാരും അത് വരാൻ സമ്മതിച്ചു. പിന്നെ ആധ്യാത്മിക ലോകത്തിലും പോയി. ആധ്യാത്മിക ലോകത്തിൽ ശ്വേതദ്വീപിൽ പോയി. ശ്വേതദ്വീപിൽ ആരാണുള്ളത്? ആധ്യാത്മിക ലോകത്തിൽ ഗോലോക വൃന്ദാവനത്തില് അല്ല, ആധ്യാത്മിക ലോകത്തിലെ സ്പിരിച്വൽ വേൾഡിലെ ഗോലോക വൃന്ദാവനത്തിലെ ശ്വേതദ്വീപ് ചൈതന്യ മഹാപ്രഭു അടുത്ത് പറഞ്ഞു, അങ്ങോട് കുറച്ചു മുമ്പേ കൃഷ്ണന്റെ രൂപത്തിൽ ഞാൻ സംസാരിച്ചുള്ളൂ. കലികാലത്തിൽ അങ്ങ് ഇവിടെ ഇറങ്ങി വരുന്നു ഭക്തന്റെ രൂപത്തില്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഈ വിവരം കേട്ടപ്പോൾ. എന്താണ് എനിക്കുള്ള സേവ എന്ന് ചോദിച്ചു. പറഞ്ഞു, എല്ലാവരോടും പറയൂ, ഞാൻ അടുത്ത് തന്നെ വരുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ കൃഷ്ണപ്രേമം വാരിക്കോരി കൊടുക്കും. ചൈതന്യ മഹാപ്രഭു അവിടെ അനൗൺസ് ചെയ്തു ആരൊക്കെയാണ് എൻ്റെ ലീലയിൽ പങ്കെടുക്കേണ്ടത്. അവരോടെല്ലാം വരാൻ പറഞ്ഞു. അപ്പം എല്ലാവരും വരും. അപ്പം അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആരൊക്കെയാണ് പഞ്ചതത്വ, അങ്ങനെ എല്ലാ അസോസിയേറ്റ്സും വരും. അങ്ങനെ അതായത് ഭഗവാൻ കാരുണ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വയം ഭക്തനായിട്ട് ഇവിടെ വന്നു. അപ്പം അതിനോട് കൂടിയിട്ട് ഭഗവാന്റെയും ചില ആഗ്രഹങ്ങൾ സാധിക്കണം. ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് കൃഷ്ണപ്രേമം ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ വേണ്ടി വന്നു. ആ സമയത്ത് ഭഗവാന്റെയും ചില ആഗ്രഹങ്ങളുണ്ട്. എന്താണ് ഭഗവാന്റെ ആഗ്രഹങ്ങൾ? അതായത് എല്ലാവരും ഭഗവാനെ ഇഷ്ടപ്പെടുമ്പോൾ ഭഗവാന് രാധാറാണിയോടെ ഇഷ്ടം. അപ്പോൾ ആ രാധാറാണി എന്താണ് ആസ്വദിക്കുന്നത് എന്നറിയാൻ ആഗ്രഹം. അപ്പോൾ എന്നെക്കാട്ടിലും കൂടുതൽ രാധാറാണി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ ആസ്വാദനം എനിക്കും വേണം, അത് ഞാൻ റിലീസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് കൃഷ്ണൻ സ്വയം രാധാറാണിയുടെ ആ മോഡലും കോംപ്ലക്ഷനിലും മാറുന്നത്. അതാണ് എക്സ്റ്റേണൽ റീസൺ. ചൈതന്യ മഹാപ്രഭു കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്, അതായത് നമ്മളെല്ലാം കലിയുഗത്തില് വൈദിക സാധന ഭക്തിയാണ് ചെയ്യുന്നത്, അല്ലെ? രാഗാനുഗ ഭക്തി ചെയ്യാനുള്ള ആ തലത്തിലേക്ക് നമ്മൾ ഉയർന്നില്ല. ഈവൻ വൈദിക സാധന ഭക്തി ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഈ റെഗുലേഷൻ വെച്ചിട്ട് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കലികാലത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ വളരെ ബുദ്ധിമുട്ടാണ് വൈദിക സാധന ഭക്തി ചെയ്യാൻ.
പ്രഭുപാദ പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, 4 നിയമങ്ങൾ പാലിക്കുക, 16 മാല ഒഫൻസ്ലെസ് ആയിട്ട് ചാൻഡ് ചെയ്യുക, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഐ വിൽ ടേക്ക് യു ത്രൂ ബാക്ക് ഡോർസ് എന്നാ പറഞ്ഞത്. ഐ വിൽ ടേക്ക് യു ത്രൂ ബാക്ക് ഡോർസ്. കാണിച്ചാൽ അത്രയും നമുക്ക് പറ്റുള്ളൂ കലികാലത്തിൽ. അത്രയും ഡിസ്ട്രാക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഭഗവത്ധാമിൽ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാധന ഭക്തി ചെയ്താൽ നമുക്ക് എവിടെ എത്താൻ പറ്റൂ? വൈകുണ്ഠത്തിൽ എത്താൻ പറ്റൂ. പക്ഷെ നമ്മളുടെ ഗോൾ എന്താണ്? ഭഗവാന്റെ ഗോലോകധാമത്തിൽ പോകണം. ഗൗഡിയ വൈഷ്ണവന്മാരെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പരമ ഉന്നത ഉജ്ജ്വല രസ. അത് കിട്ടണം. എന്താണ്? അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു പ്രത്യേകം വന്നിരിക്കുന്നത്. എന്താണ്? മാധുര്യരസം പകർന്നു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയുള്ള ആ എല്ലാ രസങ്ങളും, അത് സഖ്യരസായാലും ശരി, വാത്സല്യരസായാലും ശരി, മാധുര്യരസായാലും ശരി, ദാസ്യ, എല്ലാം അത് അത്രയും ടോപ്പ് മോസ്റ്റാണ് മറ്റുള്ള വൈകുണ്ഠത്തിലേക്കാട്ടിലും. അപ്പോൾ ആ തലത്തിൽ ഭഗവാന്റെ ധാമിൽ, ഗോലോകധാമിലേക്ക് പോകാനുള്ള അർഹത നമുക്കുണ്ടോ? വൈദ്യസാധന ഭക്തി ചെയ്താൽ നമ്മൾ വൈകുണ്ഠത്തിൽ എത്തുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ എങ്ങനെ നമുക്ക് ഗോലോകത്തിൽ എൻട്രി കിട്ടും? എങ്ങനെ കിട്ടും? നമ്മൾ വൈദ്യസാധന ഭക്തി തന്നെ ശരിക്കും ചെയ്യുന്നില്ല, അതിൻ്റെ യോഗ്യത ഇല്ല, കംപ്ലീറ്റ് ചെയ്യുന്നില്ല, പെർഫെക്റ്റ് അല്ല അതിൽ. പക്ഷെ എങ്കിലും കുറച്ചെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഗുരുജനങ്ങളുടെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും കാരുണ്യം കൊണ്ട് ഒരു മിനിമം ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത് മാത്രം. പിന്നെ എങ്ങനെ നമുക്ക് ഗോലോകവൃന്ദാവനത്തിൽ അഡ്മിഷൻ കിട്ടുക? By the mercy of Guru. ബൈ ദ മെർസി ഓഫ് ഗുരു. യെസ് പറയൂ. അല്ല, പ്രഭു ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ശീലപ്രഭു അത് പറഞ്ഞല്ലോ, 4 യമനിയമങ്ങളും 16 മാല ജപിച്ചാൽ ബാക്ക് ഡോറിലൂടെ പക്ഷെ അതിന് യോഗ്യത നമുക്ക് വൈകുണ്ഠത്തിൽ എത്താണ്ടേ ഉള്ളൂ. പക്ഷെ ഗോലോകവൃന്ദാവനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാഗാനുക ഭക്തി ചെയ്യണം, സ്പോണ്ടേനിയസ് ഡിവോഷൻ സർവീസ്. അല്ലാണ്ട് നമുക്ക് ഗോലോകത്തിൽ എത്താൻ പറ്റില്ല. ഗോലോകത്തിൽ എത്തണമെങ്കിൽ രാഗാനുക ഭക്തി തന്നെ വേണം, അല്ലാണ്ട് നമുക്ക് എത്തില്ല. അപ്പോ പറയുന്നത്, നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഷെൽട്ടർ എടുത്താൽ, ആശ്രയിച്ചാൽ, ആ ചൈതന്യ മഹാപ്രഭുവിനെ ഡയറക്റ്റ് നമുക്ക് ഷെൽട്ടർ എടുക്കാൻ പറ്റില്ല, ഗുരുജനങ്ങളിലൂടെ നമ്മൾ എടുക്കണം, അല്ലേ? അപ്പോ ചൈതന്യ മഹാപ്രഭു നമ്മളുടെ വൈദ്യസാധന ഭക്തിയെ അത് രാഗാനുക ഭക്തിയായിട്ട് ആർക്ക് കൊടുക്കും? ഗോലോകത്തിലെ കൃഷ്ണന് കൊടുക്കും. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യും. നമ്മൾ ചെയ്യുന്നത് വൈദ്യസാധന ഭക്തി, പക്ഷെ അതിനെ രാഗാനുക ഭക്തിയായിട്ട് കൊടുക്കും, അവിടെ പ്രസന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപാ കടാക്ഷത്തിൽ നമുക്ക് ഗോലോകത്തിലെത്താൻ പറ്റും. നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ടല്ല. നമുക്ക് അതിനുള്ള ആ രാഗാനുക ഭക്തി ഇല്ല. ഈവൻ വൈദ്യസാധന ഭക്തി കൂടി നമുക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ചുരുക്കത്തില്, ഗൗഡിയ വൈഷ്ണവിസം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആരാണോ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഷെൽട്ടറിൽ, ആ ആശ്രയത്തിൽ നമ്മൾ ഭക്തി ചെയ്ത് അവർക്ക് മാത്രമേ അവിടെ, ബാക്കി എല്ലാവരും എന്താണ് വൈദ്യസാധന ഭക്തി ചെയ്യുകയാണെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഷെൽട്ടർ എടുത്തില്ലെങ്കിൽ എല്ലാവരും വ്യത്യാസമൊന്നുമില്ല, എല്ലാം ആത്മീയ ലോകമാണ്. പക്ഷെ എങ്കിലും കൂടി അതിൽ നമ്മൾ ഒരു ഹൈറാർക്കി നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്? ഗോലോകവൃന്ദാവനം. അതിന് യാതൊരു സംശയവുമില്ല, അല്ലേ? ഗോപികമാർ എവിടെയാണ്? വൈകുണ്ഠത്തിലല്ല. ആണോ? ഗോപന്മാർ എവിടെയാണ്? വൈകുണ്ഠത്തിലല്ല, ഗോലോകവൃന്ദാവനത്തിൽ. അവര് ആസ്വദിക്കുന്ന പോലെ വൈകുണ്ഠത്തിൽ ആസ്വദിക്കാൻ പറ്റില്ല. ഒരു ഗോപനായിട്ട് അവിടെ നമുക്ക് ചെല്ലാൻ പറ്റില്ല വൈകുണ്ഠത്തിൽ. അവിടെ ഐശ്വര്യഭാവത്തിലുള്ളൂ, അല്ലേ? മറ്റേ ഗോലോകത്തിലുള്ളൂ സഖ്യഭാവം, വാത്സല്യഭാവം, അല്ലെങ്കിൽ മാധുര്യഭാവം. വൈകുണ്ഠത്തിലെ ദാസ്യഭാവം കുറച്ച് ഐശ്വര്യം കലർന്നിട്ടുള്ള ആ ഒരു ഇതുള്ളൂ. സഖ്യഭാവം അവിടെ ഇല്ല, പ്യുവർ സഖ്യഭാവം അവിടെ ഇല്ല, പ്യുവർ വാത്സല്യഭാവം അവിടെ ഇല്ല. അതേപോലെ കോഞ്ചുകളിലും ഇല്ല. ലക്ഷ്മി ദേവിയും അങ്ങനെയുള്ള ആ ഒരു ഹൈ കാറ്റഗറി ആൾക്കാർക്ക് ഐശ്വര്യം കലർന്നിട്ടുള്ള ഭാവങ്ങളുണ്ടായിരിക്കും. സാധാരണ ബദ്ധാത്മാക്കൾക്ക് ഇങ്ങനെ ഗോലോകത്തിലുള്ള കിട്ടുന്ന ആ രസതത്വം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേയാണ് നമുക്ക് അവിടെ എത്താൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ആ ഒരു ലൈനിലാണ്, ആ ഒരു സമ്പ്രദായത്തിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കിട്ടും. അല്ലാത്തവർക്ക് വൈകുണ്ഠം മോശം എന്നല്ല പറയുന്നത്. വൈകുണ്ഠം എന്നാണ് നമുക്ക് ഏത് കിട്ടിയാലും വലിയാണ്. കാരണം വെച്ചാൽ ഈ ഭൗതിക ലോകത്ത് നിന്ന്
കരകയറുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പം ഇമ്മീഡിയറ്റ് ആവശ്യം അല്ലേ. അതല്ല നമ്മുടെ ആവശ്യമെങ്കിലും കൂടിയിട്ട് ഭഗവാൻ കൃഷ്ണനെ എവിടെയായാലും നമ്മൾ ശുദ്ധമായിട്ടുള്ള ഭക്തിയോടുകൂടി ആരാധിക്കാനുള്ള ഒരു ഇത് വരണം. അതാണ് ആക്ച്വലി നമ്മുടെ അൾട്ടിമേറ്റ് എയിമാണ് കൂടി. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ആ തലത്തിലേക്ക് നമ്മൾ വളർന്നില്ല. അപ്പോൾ എല്ലാവർക്കും ആശയം ലിബറേഷൻ, മുക്തി, അതായത് ഇംപേഴ്സണൽ ലിബറേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പരംധാമിലേക്ക്, പരവ്യോമത്തിലെ വൈകുണ്ഠത്തിലേക്കോ ഗോലോകത്തിലേക്ക് പോകാനുള്ള ആ ഒരു ഇതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അതിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഗോലോകവൃന്ദാവനത്തിൽ പോകാൻ ഗൗഡിയ വൈഷ്ണവന്മാർക്ക് ഈശ്വര ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപാകടാക്ഷം, അതിൽ വരുന്ന ആ സമ്പ്രദായ ആചാര്യന്മാരുടെ കൃപാകടാക്ഷം, അവർ മുഖേന നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റും. ഹരേ കൃഷ്ണ പ്രഭുജി, ഈ വൈകുണ്ഠത്തിൽ നമുക്ക് 5 തരത്തിലുള്ള മുക്തി ഉണ്ടോ? അതുണ്ട്, മുക്തിയുണ്ട്. സാലോക്യ, സാരൂപ്യ, സാഷ്ട്യ, സാമീപ്യ ഒക്കെ ഉണ്ട്. ആ 5 തരത്തിലുണ്ട്. 5 4 തരത്തില്. സായുജ്യം അവിടെ ഇല്ലല്ലോ. സായുജ്യം ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നുണ്ട് 4 തരത്തിലും. പക്ഷെ അതുകൊണ്ട് ഗോലോകത്തിലുള്ള ആ രസതത്വങ്ങൾ, ആ മെലോസ്, ആ മൂഡ് ഓക്കെ, അതില്ല. അവിടെ ഭഗവാനുമല്ല, ഭഗവത്വം മറന്നു. അതേപോലെ ഡിവോട്ടീസ് ആ കൃഷ്ണനെ ഭഗവാനായിട്ടും കാണുന്നില്ല. അപ്പോഴാണ് ഈ വാത്സല്യരസത്തിലും സഖ്യരസത്തിലും മാധുരരസത്തിലും അവർക്ക് ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ആ രസം ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വൈകുണ്ഠത്തിൽ ഭഗവാനായിട്ടാണ്. അവിടെ നമുക്ക് സഖ്യഭാവത്തിൽ ഭഗവാനോട് ഇടപെടാൻ പറ്റില്ല, വാത്സല്യഭാവത്തിൽ പറ്റില്ല, മാധുര്യഭാവത്തിൽ പറ്റില്ല. അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ലക്ഷ്മി ദേവിക്കും അവർക്കൊക്കെ പറ്റുള്ളൂ, നമുക്ക് പറ്റില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ ഐശ്വര്യധാമാണ് വൈകുണ്ഠം. ഇവിടെ മറ്റെല്ലാ രസങ്ങൾക്കും അവരവരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് എല്ലാം 100% ആണ്, എല്ലാം ഫുള്ളാണ്. എല്ലാവർക്കും ഏത് രസത്തിലായാലും കംപ്ലീറ്റ് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ എങ്കിലും കൂടി ഹൈറാർക്കി നോക്കുമ്പോൾ മാധുര്യഭാവം ഏറ്റവും ടോപ്പിലാണ്. അത്രേ ഉള്ളൂ. हरे कृष्णा. टेक्स्ट 87. विरुद्धार्था कहा तुम्ही कहिते कारारोषा, तुम्हारा अर्थे अविमृष्टा विधेयांश दोषा. विरुद्धार्था कहा तुम्ही कहिते कारारोषा, तुम्हारा अर्थे अविमृष्टा विधेयांश दोषा. हरे कृष्णा. ഹരേ കൃഷ്ണ. വിരുദ്ധാർത്ഥ കഹ തുമി കഹിതേ കരരോഷ, തോമാര ആർത്തെ അംശമൃത വിധേയാംശ ദോഷ. ഹരേ കൃഷ്ണ. हरे कृष्णा. विरुद्धते कहा तुम्ही कहिते कर दोष, तोमारा अर्थे अविमृष्ट विधेयांश दोष. വിവർത്തനം. അങ്ങ് വൈരുദ്ധ്യമുള്ള ചില പറയുകയും അത് ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ കോപിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വിശദീകരണത്തിന് ഒരു സ്ഥാനം തെറ്റിയ വിശേഷകത്തിന്റെ ദോഷമുണ്ട്. ഇത് പരിഗണിക്കപ്പെടാത്ത കുറവായി തുടരുന്നു. ഹരേ കൃഷ്ണ. Very good. You say something contradictory and become angry when this is pointed out. Your explanation has the defect of a misplaced predicate. This is an unconsidered adjustment. You say something contradictory. എന്താണ് contradictory? Misplaced predicate. ആയ വിശേഷം പ്ലേസിലല്ല. But this is an unconsidered adjustment. ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. 88. യാൻഡ്ര ഭാഗവത ഹൈതേ അന്യര ഭഗവത സ്വയം ഭഗവാൻ ശബ്ദേര താഹത്തെ സത്താം. യാൻഡ്ര ഭഗവത ഹൈതേ അന്യര ഭഗവതാം സ്വയം ഭഗവാൻ ശബ്ദേര താഹത്തെ സത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യാൻഡ്ര ഭഗവദത്ത ഹൈത്തെ അന്യര ഭഗവത സ്വയം ഭഗവാൻ ശബ്ദേര താഹത്തെ സത്ത. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ പ്രഭു. യാൻഡ്ര ഭഗവത ഹൈതേ അന്യര ഭഗവത സ്വയം ഭഗവാൻ ശബ്ദേര താഹത്തെ സത്ത. വിവർത്തനം. മറ്റെല്ലാ ദിവ്യത്വ
ഭൂതങ്ങളുടെയും പ്രഭവമായ പരമദിവ്യോത്തമ പുരുഷൻ മാത്രമാണ് സ്വയം ഭഗവാൻ എന്ന നാമധേയത്തിന് അർഹൻ. Very good. Only the personality of God is the source of all other divinities is eligible to be designated Swayam Bhagavan or the primal Lord. Only the personality of God, source of all other divinities, is eligible to be designated Swayam Bhagavan. Swayam Bhagavan ആരെ വിശേഷിപ്പിക്കേണ്ടത്? ഇതിൻ്റെ എല്ലാം ഉദ്ഭവസ്ഥാനമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം. പ്രൈമൽ ലോർഡ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം മഥ പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. അല്ലെ, ഏത് ശ്ലോകം എടുത്താലും ശരി അത് ഡയറക്ട്ലി or ഇൻഡയറക്ട്ലി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൃഷ്ണനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ടെക്സ്റ്റ് 89. ദീപാ ഹൈതേയാചേ ബഹു ദീപേര ജ്വലനാം മൂല ഏക ദീപതഃ കരിയേ ഗണനാം. ദീപാ ഹൈതേയാചേ ബഹു ദീപേര ജ്വലനാം മൂല ഏക ദീപതഃ കരിയേ ഗണനാം. ഹരേ കൃഷ്ണ. ദീപഹൈതയൈഛേ ബഹുദീപേരെ ജ്വലന മൂല ഏക ദീപതഃ കരിയേ ഗണന. ഹരേ കൃഷ്ണ. ദീപഹൈതേയൈഛേ ബഹു ദീപേരജ്വലന മൂല ഏക ദീപതഃ കരിയേ ഗണന. വിവർത്തനം ശ്രീ എസ്. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കീ ജയ്. ഒരു ദീപത്തിൽ നിന്ന് അനേകം ദീപങ്ങൾ കൊളുത്തപ്പെടാം, എങ്കിലും ഞാൻ ആദ്യ ദീപത്തെ മൗലികമായി കരുതുന്നു. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ്. ബ്രഹ്മാവും ബ്രഹ്മസമിതിയുടെ ദീപാർച്ചയുടെ ആ ശ്ലോകം. When from one candle many others are lit and I consider that one the original. ഏത് ദീപത്തിൽ നിന്നാണല്ലോ മറ്റുള്ള എല്ലാ ദീപങ്ങളും നമ്മൾ കൊടുക്കുന്നത്, അപ്പൊ അതാണ് ഒറിജിനൽ. അതാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു, വ്യത്യാസമില്ല. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനെ അവതാരി എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ എല്ലാ അവതാരങ്ങളും ഉത്ഭവിക്കുന്നത് അവതാരി, അതേ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവും അവതാരി എന്നറിയപ്പെടുന്നു. So the Brahma Samhita chapter 5 verse 46 states that the Vishnu Tattva or the principle of the absolute personality of Godhead is like a lamp because the expansions equal their origin in all respects. അപ്പോ ഒരു ഒറിജിനൽ ലാമ്പ് ഉണ്ട്, അതിന് ഒരുപാട് വിളക്കുകൾ നമ്മൾ കത്തിക്കുന്നു. എല്ലാറ്റിൻ്റെയും ആ തേജസ്, ആ ലൈറ്റ്, അതിൻ്റെ എനർജി എല്ലാം സെയിം ആയിരിക്കും അല്ലെ. ഒറിജിനൽ കാൻഡിൽ പോയിന്റ് ആയിരിക്കും, ഒറിജിനൽ ലാമ്പിന്റെ പോയിന്റ് ആയിരിക്കും, വ്യത്യാസമില്ല. പക്ഷെ എങ്കിലും ഒറിജിനലാണ്. അതാണ് ബ്രഹ്മാവോട് പറയുന്നത്. അതേപോലെ ഭഗവാന്റെ എല്ലാ വിഷ്ണു അവതാരങ്ങളും എല്ലാ ശക്തിയും എല്ലാ ക്വാളിറ്റീസും അതിനുണ്ട്. പക്ഷെ എല്ലാം അത് പ്രദർശിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ. ഇപ്പോ ഒരു വ്യക്തിക്ക് മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ്. ഈസ് എ ഗുഡ് പ്രീച്ചർ, ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ്, ഈസ് എ ഗുഡ് കുക്ക്, ഈസ് എ ഗുഡ് സിംഗർ, ഈസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ, അദ്ദേഹം ഒരു കീർത്തന്റെ പ്രോഗ്രാമിന് വരുമ്പോൾ he will exhibit only കീർത്തൻ. അതിൻ്റെ അർത്ഥം he is not a good artist or he is not a good preacher, അങ്ങനെയല്ല. എല്ലാം അറിയാം, പക്ഷേ he is exhibiting only that particular skill, അത്രേ ഉള്ളൂ. അതേപോലെ ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസ് ഉണ്ട്, എല്ലാ വിഷ്ണു അവതാരങ്ങളും എല്ലാം ശക്തിയും പൊട്ടൻസിയും ഉണ്ട്. പക്ഷേ എന്ത് കാര്യത്തിനാണോ, എന്ത് ലീലയ്ക്കാണോ തന്നെ ആ ലീല മാത്രം പ്രദർശിപ്പിക്കാനുള്ള ആ ക്വാളിറ്റി മാത്രം അവിടെ എക്സിബിറ്റ് ചെയ്യുന്നു. So a burning lamp can light innumerable other lamps, and although they will not be inferior, still the lamp from which others are lit must be considered the original. ഇപ്പൊ ഏതെന്നാണോ മറ്റുള്ള എല്ലാ വിളക്കുകളും കത്തിച്ചിരിക്കുന്നത്, അപ്പോൾ അതിനെ നമ്മൾ ഒറിജിനലായിട്ട് കാണണം. Similarly, the Supreme Personality of Godhead expands himself in the plenary forms of Vishnu Tattva. And although they are equally powerful, the original powerful personality of Godhead is considered the source. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, വിഷ്ണു തത്വ മാത്രമാണ് അവിടെ പറയുന്നത്. വേറെ ഒരു തത്വമല്ല, ജീവതത്വമല്ല, ശിവതത്വമല്ല, ശക്തി തത്വമല്ല, വിഷ്ണു തത്വ മാത്രം. ഈക്വലി പവർഫുൾ, the original powerful personality of Godhead is considered the source. This example also explains
the appearance of qualitative incarnations like Lord Shiva, Lord Brahma. ക്വാളിറ്റേറ്റീവ് ഇൻകാർണേഷൻസ് ആണ് ശിവഭഗവാനും ബ്രഹ്മവും. എന്താണ്? അതായത് തമോഗുണത്തിന്റെയും രജോഗുണത്തിന്റെയും മാസ്റ്റേഴ്സാണ് അവർ. അവർ ഭൗതിക ലോകത്തിൽ അവരുടേതായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. അവരുടേതായിട്ടുള്ള ഓരോ ഓരോ റോളുണ്ട് അവർക്ക്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. ബ്രഹ്മാവ് എന്താണ്? ജീവതത്വമാണ്, ചീഫ് ഓഫ് ലിവിങ് എൻറ്റിറ്റീസ് ആണ്. ലോർഡ് ശിവ വിഷ്ണുതത്വമല്ല, ജീവതത്വമല്ല, അതിൻ്റെ ഇടയിലുള്ള ശിവതത്വമാണ്. അത് പെർട്ടിക്കുലർ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു തത്വമാണ് ശിവതത്വം. അപ്പോൾ അതിന് ബ്രഹ്മാവ് തന്നെ ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പാലും തൈരും തമ്മിലുള്ള വ്യത്യാസമാണ് വിഷ്ണുവും ശിവനും തമ്മിലുള്ള വ്യത്യാസം. പാലിൽ നിന്ന് നമുക്ക് തൈര് കിട്ടും, തൈരിൽ നിന്ന് നമുക്ക് പാല് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, സോ വിഷ്ണു ക്യാൻ ബിക്കം ശിവ, ശിവ ക്യാൻ നോട്ട് ബിക്കം വിഷ്ണു. ശിവ തത്വ is totally different. So according to Srila Jiva Goswami, Sambhostu Tamo Adhishthanatvāt Kajjalamaya Sukshma Deepa Shikha Sthaniyasya Na Tatha Samyam. The Shambhu Tattva or the principle of Lord Shiva is like a lamp covered with carbon because of his being in charge of the mode of. അപ്പോ ഒരു പുക കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു വളക്കേനെ പോലെയാണ് ശിവ. കാരണം അദ്ദേഹം തമോ ഗുണത്തിന്റെ മാസ്റ്ററാണ്. തമോ ഗുണത്തിന് അദ്ദേഹത്തിന് ബാധിച്ചിട്ടില്ല. തമോ ഗുണത്തിലല്ല ശിവഭഗവാൻ. ശിവഭഗവാൻ പ്യുവറാണ്. പക്ഷേ അദ്ദേഹം തമോ ഗുണത്തിന്റെ അധിപനാകുന്നതുകൊണ്ട് അങ്ങനെ ഇവിടെ വിവരിക്കുന്നു, അത്രേ ഉള്ളൂ. സോ ദ ഇലുമിനേഷൻ ഫ്രം സച്ച് എ ലാമ്പ് ഈസ് വെരി മൈന്യൂട്ട്. കാരണം പുക കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്, ആവരണപ്പെട്ടിരിക്കുകയാണ്. Therefore, the power of Lord Shiva cannot compare to that of Vishnu principle. അതുകൊണ്ടാണ് വിഷ്ണുവിനായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റാത്തത്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശ്രീല ജീവ ഗോസ്വാമിയുടെ അതാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് പ്രഭുപാദ. ഡിഫറൻസ് ബിറ്റ്വീൻ വിഷ്ണു തത്വ ആൻഡ് ശിവതത്വ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് 90. तायचे स्वभावधारेरा कृष्ण से कारण आर एका श्लोक सुना व्याख्या खंडन. तायचे स्वभावधारेरा कृष्ण से कारण आर एका श्लोक सुना व्याख्या खंडन. हरे कृष्ण. हरे कृष्ण. तैचे सब अवतार कृष्ण से कारण आरायेग श्लोक सुना कुव्याख्या खंडन. हरे അടുത്ത് മലയാളം ഇല്ല, ഞാൻ പ്രഭുവിന്റെ നോക്കിയാ ചൊല്ലുന്ന വിവർത്തനം ചൊല്ലാൻ പറയാൻ. ഹരേ കൃഷ്ണ. तैचे सब अवतार कृष्ण से कारण आर एक श्लोक सुना व्याख्या खंडन. വിവർത്തനം ശ്രീ എസ് ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭുപാദ് കി ജയ്. ഇപ്രകാരം കൃഷ്ണൻ കാരണങ്ങൾക്കും അവതാരങ്ങൾക്കുമെല്ലാം കാരണമാകുന്നു. അവിടുന്ന് സർവകാരണകാരണനാണ്. ദുർവ്യാഖ്യാനങ്ങളെയെല്ലാം പരാജയപ്പെടുത്തുന്നതിന് ദയവായി മറ്റൊരു ശ്ലോകം കേൾക്കൂ. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ്. അതായത് ഈ വായനക്കാർക്ക് പല സംശയങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാം ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സംശയം, അതിനെല്ലാം നമുക്ക് പല പല കൊട്ടേഷൻസ് തന്ന് കവിരാജ് ഗോസ്വാമി നമുക്ക് ആ ഒരു 100% കൺവിക്ഷൻ കൃഷ്ണൻ ഈസ് ദ സുപ്രീം, കൃഷ്ണ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് നമ്മൾ മനസ്സിലാക്കി തരുക ചെയ്യണം. അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ കൃഷ്ണ ഇൻ ദ സെയിം വേ ഈസ് എ കോസ് ഓഫ് ഓൾ കോസസ് ഇൻ ഓൾ ഇൻകാർണേഷൻ. അതുകൊണ്ട് കൃഷ്ണനാണ് എല്ലാ കാരണത്തിൻ്റെയും കാരണക്കാരനും എല്ലാ അവതാരങ്ങളുടെയും ഉദ്ഭവസ്ഥാനം. സോ പ്ലീസ് ഹിയർ അനദർ വേഴ്സ്. അടുത്ത് വേറൊരു ശ്ലോകം കൂടി ഞാൻ തരാം. എന്തിനാ? ടു ഡിഫീറ്റ് ഓൾ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ. എല്ലാ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളെയും ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ശ്ലോകം കൂടി ഇനി പറയാം എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ? അത്ര സർഗോ വിസർഗസ്യ സ്ഥാനം പോഷണമൂതയ മന്വന്തര ഈശാനുകഥ നിരോധ മുക്തിരാശ്രയ
ദശമസ്യ വിശുദ്ധ്യാർത്ഥം നവാനം ഇഹ ലക്ഷണം വർണയന്തി മഹാത്മാന ശ്രുതേനാർത്ഥേന ചാഞ്ചസ. ഹരേ കൃഷ്ണ. പ്ലീസ് റിസൈറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അത്ര മാതാജി ചൊല്ലിക്കോളൂ. ചൊല്ലിക്കോളൂ മാതാജി, കുഴപ്പമില്ല. മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഉദയഃ മന്വന്തരീക്ഷാനുഗതാ നിരോധോ മുക്തിരാശ്രയഃ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാനഃ ശ്രുതേനാർത്ഥേന ചാഞ്ചസ. ഹരേ കൃഷ്ണ. കൂടി. ഹരേ കൃഷ്ണ. വാക്യപ്പെടും. ഹരേ കൃഷ്ണ. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഉദയ മന്വന്തരേശാനുകഥാ നിരോധോ മുക്തിരാശ്രയ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേനാർത്ഥേന ചാഞ്ചസ. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ 10 വിഷയങ്ങൾ വിവരിച്ചിരിക്കുന്നു. 1. പ്രപഞ്ചദ്രവ്യങ്ങളുടെ സൃഷ്ടി. 2. ബ്രഹ്മാവിന്റെ സൃഷ്ടികൾ. 3. സൃഷ്ടിയുടെ നടത്തിപ്പ്. 4. ഭക്തന്മാർക്ക് നൽകപ്പെടുന്ന പ്രത്യേക അനുഗ്രഹം. 5. പ്രവൃത്തികൾക്കുള്ള പ്രചോദനം. 6. നിയമം അനുസരിക്കുന്ന മനുഷ്യർക്കുള്ള നിർദ്ദിഷ്ട ചുമതലകൾ. 7. ഭഗവാന്റെ അവതാരങ്ങളുടെ വിവരണം. 8. സൃഷ്ടിയുടെ സംഹരണം. 9. സ്ഥൂലവും സൂക്ഷ്മവുമായ ഭൗതികാസ്തിത്വത്തിൽ നിന്നുള്ള മോചനം. പിന്നെ 10. ആത്യന്തിക ആശ്രയമായ പരമദിവ്യോത്തമ പുരുഷ ഭഗവാൻ. 10ാമത്തെ വിഷയം മറ്റെല്ലാറ്റിന്റെയും ആശ്രയമാണ്. ഈ പരമമായ ആശ്രയത്തെ മറ്റ് 9 വിഷയങ്ങളിൽ നിന്നും വേർതിരിച്ചറിയുന്നതിന് മഹാജനങ്ങൾ ഈ 9നെയും പ്രത്യക്ഷമോ പരോക്ഷമോ ആയി പ്രാർത്ഥനകളിലൂടെയും നേരിട്ടുള്ള വിശദീകരണങ്ങളിലൂടെയും വിവരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് കി. വലിയ പർപ്പട്ടാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ വായിക്കുക. ഇവിടെ ഈ ശ്ലോകങ്ങളിൽ എന്താണ് പറഞ്ഞത്? 2 ശ്ലോകങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ടുള്ള ഒരു പുരാണങ്ങളിലെ മഹാപുരാണം എന്ന് പറഞ്ഞാൽ 10 സബ്ജക്ട് മാറ്റേഴ്സ്. ഇതിൽ 10 സബ്ജക്ട് മാറ്ററാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ എത്ര സബ്ജക്റ്റ് ആണ്, എത്ര ടോപ്പിക് ആണുള്ളത്? 5. ഭാഗവതത്തിന് 10. ഈ 10 അത്ര സർഗ വിസർഗശ സ്ഥാനം പോഷണം ഉദയ മന്വന്തര ഈശാനുഗത സ്ഥാനം നിരോധ മുക്തിരാശ്രയ. അല്ലേ? അപ്പൊ ഈ 10 സബ്ജക്ട് മാറ്ററെ പറ്റിയിട്ടാണ് ഈ ഭാഗവതം ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്താണ് നോക്കാം. ഇൻ ശ്രീമദ് ഭാഗവതം 10 subjects are described. The creation of the ingredients of the cosmos. സർഗ, അത് primary creation. The creations of Brahma, visarga, secondary creation. The maintenance of the creation. Atra sarga visarga. Sthanam porshana. Okay, sthanam. Maintenance of the creation. Special favor for the faithful. Impetus. Mutaya. Prescribed duties for law abiding. In a Anandara. In a Ishanvada, description of the incarnations of the law. The binding up of creation, Nirodha. Liberation, Mukti. Then ultimate shelter, Ashra. 10 subject matters under Srimad Bhagavatam. Oh, the Supreme Personality of God. The 10th item is the shelter of all the others. 10ാമത്തെ ആശ്രയ ആരാണ്? ഭഗവാൻ. അതാണ് മറ്റ് 9ത്തിൻ്റെയും ആശ്രയം. മറ്റത് 9ത്തിൻ്റെയും ആശ്രയം അതാണ് എന്ന് പറയും. The ultimate shelter, Supreme Personality of God. The 10th item is the shelter of all the others. To distinguish this ultimate shelter from the other 9 subjects, the Mahajanas have described these 9 directly or indirectly through prayers or direct expansion. This verses from Srimad Bhagavatam 2.10, 1 and 2 list the 10 subject matters dealt with in the text of Bhagavatam. Of these, 10th
is the substance, and the other 9 are categories derived from the substance. These 10 subjects are listed as follows. അപ്പോൾ 10th ആണ് അതിന്റെ സബ്സ്റ്റൻസ്. മറ്റതെല്ലാം ഈ സബ്സ്റ്റൻസിൽ നിന്ന് ഡിറൈവ് ചെയ്താണ്. 9 are categories derived from the substance. ഇപ്പോൾ സർഗ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോവാം. ഡീറ്റെയിൽ ആയിട്ടുള്ള സമയമില്ല, 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഓക്കെ, വീട്ടിലിരുന്നിട്ട് വീണ്ടും വായിക്കാം. സർഗ, ദ ഫസ്റ്റ് ക്രിയേഷൻ ബൈ വിഷ്ണു, the bringing forth of the 5 gross material elements, the 5 objects of sense perception, the 10 senses, the mind, the intelligence, false ego, and total materiality or universe. അപ്പൊ എന്താണ് സർഗ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ മെറ്റീരിയൽ ഇൻഗ്രീഡിയൻസും, അത് ഗ്രോസ് മെറ്റീരിയൽ എലിമെന്റ്സ് 5 പിന്നെ 5 ഒബ്ജക്ട്സ് ഓഫ് സെൻസ് പെർസെപ്ഷൻ, ഓക്കെ, ഇന്ദ്രിയ വിഷയങ്ങൾ, പിന്നെ ഇന്ദ്രിയങ്ങൾ 10 സെൻസസ്, വർക്കിംഗ് സെൻസസ്, നോളജ് അക്യൂറിംഗ് സെൻസസ്, മൈൻഡ് മനസ്സ്, ഇന്റലിജൻസ് ബുദ്ധി, ഫാൾസ് ഈഗോ അഹങ്കാരം, ആൻഡ് ദ ടോട്ടൽ മെറ്റീരിയൽസ് മഹത്വത്വ ഓർ ദ യൂണിവേഴ്സൽ ഫോം. ഇതാണ് ഏത് കാറ്റഗറിയിൽ പെടുന്നത്? സർഗ. ഇത്രയും ആരാണ് കൊടുക്കുന്നത്? ഭഗവാൻ വിഷ്ണു, അല്ലേ? വിഷ്ണു ആണ് കൊടുക്കുന്നത്. അതാണ് സർഗ. അപ്പൊ എങ്ങനെ ഒരു ചീഫ് എഞ്ചിനീയർ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നു? അതിന്റെ മെറ്റീരിയൽ ഇൻഗ്രീഡിയൻസ് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നു, അല്ലേ? അന്ന് ബ്രിക്സും സ്റ്റീലും വുഡും സാൻഡും ആ എല്ലാ മെറ്റീരിയൽ റോ മെറ്റീരിയൽസും എവിടുന്ന് പ്രകൃതി എടുക്കുന്നു. പക്ഷെ അയാൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. അതുപോലെ ബ്രഹ്മാവ് ഈ ഇതെല്ലാം എലിമെന്റ്സ് എല്ലാം ഭഗവാൻ കൊടുത്തുനിന്ന് എടുക്കുന്നു. ബ്രഹ്മാവ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ബ്രഹ്മാവിനെ അതിനെ അസംബിൾ ചെയ്യുന്നു. ഓരോ ജീവജാലങ്ങൾക്കും അവരുടെ ആഗ്രഹവും അവരുടെ കർമ്മമനുസരിച്ച് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ശരീരം പ്രദാനം ചെയ്യുന്നു. അതാണ് സെക്കൻഡറി ക്രിയേഷൻ. ആദ്യത്തെ സർഗ. അപ്പൊ ഈ മെറ്റീരിയൽ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൊടുക്കുന്നത് വിഷ്ണു ആണ്. Visarga, secondary creation. The secondary creation or the work of Brahma in producing the moving and unmoving bodies in the universe. Brahmanda. ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്ന, അവർക്ക് വേണ്ടുന്ന ദേഹം കൊടുക്കുന്നത് അത് ബ്രഹ്മാവിന്റെ ജോലി. അപ്പോൾ ബ്രഹ്മാവ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ റോ മെറ്റീരിയൽ എലിമെന്റ്സിനെ ഉപയോഗിച്ചിട്ട് 84 ലക്ഷം യോനികളുള്ള ജീവാത്മാക്കൾക്ക് അവർക്ക് ശരീരം പ്രദാനം ചെയ്യുന്നു. അതാണ് ബ്രഹ്മാവിന്റെ ജോലി. വിസർഗ. സ്ഥാന, ദ മെയിൻ്റനൻസ് ഓഫ് ദ യൂണിവേഴ്സ് ബൈ ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് വിഷ്ണു. Vishnu's function is more important and his glory greater than Brahma's and Lord Shiva's. For although Brahma is the creator and Lord Shiva is the destroyer, Vishnu is the maintainer. അപ്പൊ സ്ഥാന, അപ്പോൾ ഈ യൂണിവേഴ്സിന്റെ ഈ ബ്രഹ്മാണ്ടത്തിന്റെ മെയിൻ്റനൻസ് ചെയ്യണം, അതാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണു ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റു രണ്ടുപേരും എന്താണ് ചെയ്യുന്നത്? ക്രിയേറ്ററും ഡിസ്ട്രോയറാണ് ബ്രഹ്മാസും. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും മുൻപന്തിയുള്ള സ്ഥാനം. ഈസ് ദ ടോപ്പ് മോസ്റ്റ്. സ്ഥാന, പ്ലാനറ്ററി, അതായത് ബ്രഹ്മാണ്ടത്തിന്റെ മെയിൻ്റെനൻസ്. പോഷണ, സ്പെഷ്യൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ്. അപ്പോൾ ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അവർക്ക് പോഷണം കൊടുക്കണ്ടേ, നറിഷ്മെന്റ് കൊടുക്കണ്ടേ? അതാരാണ് ചെയ്യുന്നത്? സോ ആസ് എ കിങ് മെയിൻറ്റെയിൻസ് ഹിസ് കിങ്ഡം ആൻഡ് സബ്ജക്ട്സ് ബട്ട് നെവർതലെസ് ഗിവ്സ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി. So the personality of God gives special care to his devotees who are souls completely surrendered to him. അപ്പൊ എങ്ങനെ ഒരു രാജാവ് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പക്ഷെ അവരുടെ സ്വന്തം ഫാമിലിക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന പോലെ ഭഗവാൻ ഇവിടെ തൻ്റെ സ്വന്തം ഭക്തന്മാർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നു, പോഷണം ചെയ്യുന്നു. 4ാമത്. 5ാമത് ഊതി, ദ അർജ് ഫോർ ക്രിയേഷൻ. ഒരു ക്രിയേറ്റീവ് ഇംപെറ്റസ്, ഒരു ഇനിഷ്യേറ്റീവ് പവർ വേണം. സോ ദാറ്റ് ഈസ് എ കോസ് ഓഫ് ഓൾ ഇൻവെൻഷൻസ്. അപ്പൊ അതുണ്ടെങ്കിലേ നമുക്കൊരു ഒരു ത്വര ഉണ്ടാവുള്ളൂ, ഓരോന്ന് കണ്ടുപിടിക്കാനും ഓരോന്ന് ചെയ്യാനുള്ളൂ. അപ്പൊ അത് നമ്മളിൽ അവർ ഇൻസ്റ്റിൽ ചെയ്യുന്നത് ഭഗവാനാണ്. അക്കോർഡിംഗ് ടു നെസസിറ്റീസ് ഓഫ് ടൈം, പ്ലേ, സ്പേസ് ആൻഡ് ഒബ്ജക്ട്സ്. അപ്പൊ ആ സമയം, സ്ഥലം, അതിൻ്റെ ആവശ്യമനുസരിച്ച് നമ്മൾ ഓരോന്ന് ഒരു ക്രിയേറ്റീവ് ഇംപെറ്റസ് അനുസരിച്ച് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നു, ഉണ്ടാക്കുന്നു. അപ്പൊ അതും ഭഗവാൻ തരുന്നത്. മന്വന്തര, ദ പീരിയഡ്സ് കൺട്രോൾഡ് ബൈ ദ മനൂസ്. അപ്പോൾ ഓരോ മനുവിന്റെ റെയിനും ഓരോ മനുവിന്റെ ആ പീരിയഡിനെ
മന്വന്തര എന്ന് പറയുന്നു. ഓക്കെ, അതായത് ഒരു മന്വന്തര എന്ന് പറഞ്ഞാൽ ഏകദേശം 72 മഹാ സൈക്കിൾ ഓഫ് യുഗാസ്, ചതുർയുഗ, അതൊരു മന്വന്തര. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഒരു മനുവാണ് കംപ്ലീറ്റ് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പൊ അതിനെ മന്വന്തര പറയുന്നു. എന്താണ് ചെയ്യുന്നത്? ഹു ടീച്ച് റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോർ ലിവിങ് ബീയിങ്സ് യു ഡിസൈഡ് ടു അച്ചീവ് പെർഫെക്ഷൻ ഇൻ ഹ്യൂമൻ ലൈഫ്. അപ്പൊ നമ്മളെ, അതായത് ജീവാത്മാക്കൾക്ക് എങ്ങനെ പെർഫെക്ഷൻ ഹ്യൂമൻ ലൈഫിൽ കിട്ടാം, അതിനുള്ള വേണ്ടുന്ന പ്രിൻസിപ്പിൾസ് കൊടുക്കുകയാണ് അവരുടേത്. The rules of Manu, as described in the Manu Samhita, guide the way to such perfection. അപ്പോൾ സംഹിത തന്നിട്ടുണ്ട് മനു സംഹിത മനുഷ്യന്മാർക്ക് എങ്ങനെ ജീവിക്കണം പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് തന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലൈഫിൽ തന്നെ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്താം. Ishanukatha, scriptural information regarding the personality of God is incarnations on earth and the activities of his devotees. Scriptures dealing with these subjects are essential for progressive human life. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളും ഭഗവാന്റെ ലീലകളും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെന്ന് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രസീവ് ഉണ്ടാവുള്ളൂ ഹ്യൂമൻ ലൈഫിൽ. അല്ലെങ്കിൽ നമ്മൾ കാടന്മാരെ പോലെ ജീവിക്കും. അപ്പോൾ അതിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കാണ്ട്, എന്നിട്ട് നമ്മൾ വളരെ റെഗുലേറ്റഡ് ലൈഫ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടായിരിക്കും. അതാണ് ഈശാനുകഥ. നിരോധ, the binding up of all energies employed in creation. Such potencies are emanations from the personality of Godhead, who eternally lies in the Karna ocean. The cosmic creations manifested with his breath are again dissolved into God. നിരോധ തിരിച്ച് അൺമാനിഫെസ്റ്റേഷൻ ചെയ്യാണ് മഹാവിഷ്ണു. ആ ബ്രീതിങ് കഴിഞ്ഞാൽ ബ്രീത്ത് ഔട്ട് ചെയ്താൽ പിന്നെ ബ്രീത്ത് ഇന്നുണ്ടല്ലോ. ബ്രീത്ത് ഔട്ടില് മാനിഫെസ്റ്റേഷൻ, ബ്രീത്ത് ഇന്നില് അൺമാനിഫെസ്റ്റേഷൻ. അപ്പോൾ ആ ഒരു ബൈൻഡിങ് അപ്പാണ് നിരോധം. Mukti, liberation of the conditioned souls engaged by the gross and subtle coverings of the body and mind. Okay, when freed from all material affection, the soul giving up the gross and subtle material bodies can attain the spiritual sky in its original spiritual body. അപ്പോൾ liberation from the false ego. നമുക്ക് false ego ഇല്ലാതായി പോയാൽ നമുക്ക് മുക്തി കിട്ടും. We can go to the spiritual planet in our spiritual body. Okay. And engage in transcendental loving service to the Lord in Vaikuntha Loka or Krishna Loka. When the soul is situated in its original constituted position of existence, he is said to be liberated. It is possible to engage in transcendental loving service to the Lord and become Jivan Mukta. Sorry, a liberated soul even while in that material body. Even നമ്മുടെ ഈ ശരീരം, ഈ ഭൗതിക ശരീരത്തിൽ ഇരിക്കുമ്പോഴും നമുക്ക് ലിബറേഷൻ കിട്ടാൻ പറ്റും. അതാണ് പറയുന്നത്. ഇതാണ് മുക്തി. സോ ആശ്രയ. സോ നമ്മളുടെ ഫാൾസ് ഈഗോനെ ഇല്ലാതാക്കുക, അപ്പൊ നമുക്ക് മുക്തി കിട്ടിയെന്നർത്ഥം. ആശ്രയ, ദ ട്രാൻസെൻഡൻസ്, ദ സമ്മം ബോണം, ഫ്രം ഹൂം എവറിഥിങ് എമിനേറ്റ്സ്, എല്ലാത്തിൻ്റെയും ആകത്തുക സമ്മം ബോണം. ഫ്രം ഹൂം എവറിഥിങ് റെസ്റ്റ്, അപ്പോൺ ഹൂം എവറിഥിങ് റെസ്റ്റ്, ആൻഡ് ഇൻ ഹൂം എവറിഥിങ് ഇമേർജസ് ആഫ്റ്റർ അനീലേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ വേണ്ട, ഇൻ ഹൂം എവറിഥിങ് ഇമേർജസ് ആഫ്റ്റർ അനീലേഷൻ. ഇവിടെ മെർജസ് നമ്മൾ ആ ഇംപേഴ്സണൽ ബ്രഹ്മൻ ജ്യോതിയിൽ മെർജ് ചെയ്യുന്നല്ല പറയുന്നത്. അതല്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഹി ഈസ് ദ സോഴ്സ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഓൾ. ദ ആശ്രയ ഈസ് ആൾസോ കോൾഡ് ദ സുപ്രീം ബ്രഹ്മൻ ആസ് ഇൻ ദ വേദാന്ത സൂത്ര അഥാഥോ ബ്രഹ്മ ജിജ്ഞാസ ജന്മാദി അസ്യ അഥ. ശ്രീമദ് ഭാഗവതം എസ്പെഷ്യലി describes the supreme Brahman as the Ashraya. Sri Krishna is this Ashraya, and therefore greatest necessity of life is to study science of truth. So ultimate Ashraya, ultimate shelter is Lord Sri Krishna. അതുകൊണ്ട് എന്താണ്, the greatest necessity of life is to study the science of Krishna. ഭഗവാൻ കൃഷ്ണനെ പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ആശ്രയം നമുക്ക് നേടാൻ പറ്റുള്ളൂ. ശ്രീമദ് ഭാഗവതം accepts Sri Krishna as a shelter for all manifestation, because Lord Krishna, Supreme Personality of Godhead, is the ultimate source of everything, Supreme God of all. Two different principles are to be considered herein, namely Ashraya, the object providing shelter, and Ashrita. ആരാണ് ആശ്രിത? നമ്മളെല്ലാം ആശ്രിത. ആശ്രയ ഭഗവാൻ. ഡിപ്പെൻഡൻസ് റിക്വയറിംഗ് ഷെൽട്ടർ. നമ്മളെല്ലാം ഡിപ്പെൻഡൻസ് ആണ്. ആശ്രിത, ആശ്രിത വത്സൽ. The Ashrita exist under the original principle, the Ashraya.
First 9 categories described in the first 9 cantos of Srimad Bhagavatam from creation to liberation, including the Purusha Avataras, the incarnation, the marginality or living entities, and the extra energy or material world are all Ashrita. Ellam Ashrita. 9th chapter from creation to liberation. The prayers of Srimad Bhagavatam, however, aim for the Ashraya Tattva. But 10th Ashraya. Aduvare Ashrita. Nammalella Ashrita. The Supreme Personality of God, Sri Krishna, the great souls expert in describing Srimad Bhagavatam, have very diligently delineated the other 9 categories, sometimes by direct narrations and sometimes by indirect narration, such as stories. The real purpose of doing this is to know perfectly the absolute transcendence, Sri Krishna, for the entire creation. Both material and spiritual rest on the body of Krishna. ശരിക്കുള്ള അതിന്റെ ഉദ്ദേശം എന്താണ്? ടു നോ പെർഫെക്റ്റ്ലി ദ അബ്സല്യൂട്ട് ട്രാൻസെൻഡൻസ്. അത് കൃഷ്ണ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇത്രയും ടോപ്പിക്ക് നമുക്ക് തന്ന് ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആശ്രയിക്കാൻ വേണ്ടി. നമ്മളെല്ലാം ആശ്രിത കാറ്റഗറിയിലാണ്. ഭഗവാൻ ആശ്രയ. ആർക്കാണോ ആശ്രയം കൊടുക്കുന്നത് അത് ആശ്രയ ഭഗവാൻ. ശ്രീകൃഷ്ണ for the entire creation, both material and spiritual, rest on the body of Krishna, Sri Krishna. Haribol 93, അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ प्रभुपाद की जय, गुरु महाराज की जय। हरे हरे बोल, हरे कृष्णा।